ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഡേവിസ്. ഞാൻ 2019 ഡിസംബർ 12 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ മകനും മകളുടെ മകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത്. എൻ്റെ മകൻ ജോലിയിൽ കയറിയിട്ട് 8 വർഷമായിട്ടും ആൾ സ്ഥിരമായിട്ട് ഒരുത്തിൽ നിൽക്കുന്ന ഒരു സ്വഭാവമില്ല. 4 മാസം അല്ലെങ്കിൽ 6 മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഉടനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അത് വിടും. പോരാത്തിന് മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, ആൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ ആളപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അതിന് വിട്ടുപോരും. അങ്ങനെയായിരുന്നു രീതി. അങ്ങനെ ഒരു 8 വർഷത്തോളം ആൾ നീങ്ങി. ആൾ എൻജിനീയറാണ്, ആൾ മിടുക്കനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ മദ്യപാനത്തിലും ഇതിലും പെടും, കൂട്ടുകാരുടെ ഇതിലും പെടും. അങ്ങനെ ഈ 2019 ഡിസംബറിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കോവിഡ് വന്നു പെട്ടു. 20ഉം 21ഉം അങ്ങനെ പോയി. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി നിയോഗങ്ങളെല്ലാം വെച്ച് ശരിയായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ 3 പ്രാവശ്യം ഞാൻ വന്നു, പഠിക്കൽ നിന്ന് പ്രാർത്ഥിച്ചു പോയി. ഒരു പ്രാവശ്യം എന്നെ അകത്തേക്ക് കടത്തി ഒരു കൊന്തയല്ലാനുള്ള ഒരു അനുവാദം എനിക്ക് കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചു പോയി. പക്ഷേ ഒരു മാറ്റങ്ങളും ഉണ്ടായില്ല. വളരെ വിഷമത്തിലായി. അങ്ങനെ ഇരിക്കെ 2022 ഓഗസ്റ്റിൽ വീണ്ടും വന്ന് ഞാൻ ആദ്യം പുതുക്കി. ആ പുതുക്കിയതിന് ശേഷം വീണ്ടും പ്രാർത്ഥനകൾ തുടങ്ങി. ചെറിയ തോതിലെല്ലാം കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്തിരുന്നു. കുർബാനയും കുംസാരം ഇതൊന്നും മുടക്കാതെ മുന്നോട്ട് പോയി. അങ്ങനെ 2022 നവംബറിൽ 2ാമത്തെ പുതുക്കലിന് ഞാൻ വന്നു. അത് പുതുക്കിപ്പോയതിന് ശേഷം ആൾ ഒരു ജോലിയിൽ വീണ്ടും കയറി. അങ്ങനെ അത് കയറിയതിന് ശേഷം ആ സന്തോഷത്തിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് കൗൺസിലറെ കണ്ടപ്പോൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ സാക്ഷ്യം പറയേണ്ട. കാരണം ചെയ്യാൻ ആൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്ന ആളാണല്ലോ. 4 മാസം 6 മാസം 8 മാസം എന്നുള്ളതാണ് മൂപ്പരുടെ പരിധി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ സാക്ഷ്യം പറയേണ്ട, നമുക്കൊന്നുകൂടി ഉറച്ചിട്ട് അതുപോലെ മദ്യപാനത്തിൽ നിന്ന് ആൾ മാറും, അതുവരെ നമുക്ക് കാക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചുപോയി, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചുപോയി. പിന്നെ ഞാനിതിനിടയ്ക്ക് ആളുടെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. ഒരു 5 വർഷത്തോളമായിട്ട് മാട്രിമോണിയിൽ നോക്കും, വിവാഹങ്ങൾ കാണും. 4 കാണും, അപ്പോഴേക്കും ആൾ ജോലി വിടും, വീണ്ടും 4 കാണും, പിന്നെ ജോലിയിൽ കയറും. അങ്ങനെയായിട്ട് 5 വർഷത്തോളം പോയി. അപ്പോൾ ഈ 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് അവൻ്റെ കട്ടിലുമീട്ട് പ്രാർത്ഥിക്കും. ആൾ ബാംഗ്ലൂരാണ്, ആൾക്കൊന്നും അറിയില്ല. പക്ഷേ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അവിടുന്നാണ് ശരിക്ക് ഇത് സാധിച്ചത്. ആ പ്രാർത്ഥന കാര്യമായി. അതിനുശേഷം ജനുവരിയിൽ ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ കഞ്ഞി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. 500 പേർക്ക് കഞ്ഞി കൊടുക്കും. അപ്പോൾ അത് കഞ്ഞി ശരിയാക്കാനായിട്ട് ഓരോ ദിവസം ഓരോ ടീമാണ്. അപ്പോൾ ആ ടീമിൽ ചേർന്നു. ആകെ 5 പേര് 6 പേരാണ് ഉണ്ടാകുക ആ ടീമിൽ. അതിൽ 2-3 ആൾ വരില്ല. അപ്പോൾ 2 ആൾ അല്ലെങ്കിൽ 3 ആൾ ഉണ്ടാവുക. നല്ല ഭാരമാണ്. 500 ആൾക്കുള്ള കറി, കഞ്ഞി, പാത്രം കഴുകലും എല്ലാം നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ് പാത്രത്തിലാക്കണം, വണ്ടി കയറ്റി കൊടുക്കണം, ചുടുവെള്ളം കൊണ്ടുപോകും. അതെല്ലാം കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ 500-600 ആൾക്കാർ വരിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അവർക്ക് സപ്ലൈ ചെയ്യും, സഹായിക്കാൻ മറ്റുള്ളവരുണ്ടാവും. അപ്പോൾ അത് സ്വല്പം ബുദ്ധിമുട്ടാണ്, ഭാരമാണ്. എന്നാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവർത്തികളിലേക്ക് വന്നപ്പോഴാണ് അച്ഛൻ പറയുന്ന പോലെ ഇത് ഫയറായുള്ളൂ. ആ ജനുവരിയിൽ ഇയാൾ തന്നെ ഒരു മാട്രിമോണിയലിട്ടു. ഞാൻ ചവറയിലിട്ടുണ്ടായിരുന്നു, അതൊന്നും നേരെയായില്ല. 10-25 കണ്ടു. പിന്നെ ആളെന്നെ ഒരു മാട്രിമോണിയലിട്ടു. അത് അമ്മയുടെ മണ്ണിൽ നിന്ന് തന്നെ, ആലപ്പുഴയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി. 200 കിലോമീറ്റർ ദൂരമാണ് ഞങ്ങൾക്ക്. എന്നാലും ഇവിടുന്ന് വന്നു. അവർക്ക് ആ കുട്ടിക്ക് താല്പര്യപ്പെട്ടു. അവർ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾ വന്ന് കണ്ടു. 2 കൂട്ടരും കൂടെ തീരുമാനത്തിലെത്തി. ജൂലൈ 8 വിവാഹം കഴിഞ്ഞു. അവർ 2 പേരും ബാംഗ്ലൂർക്ക് ഇപ്പോൾ ജോലി ചെയ്യണം, എഞ്ചിനീയർമാരായിട്ട്. ആ കുട്ടി ചെന്നൈയിലായിരുന്നു TCSൽ. അമ്മ മാറ്റം കൊടുത്തു ഈ ആഴ്ചയിൽ തന്നെ. ഇപ്പോൾ 2 ആളും ബാംഗ്ലൂരാണ്. ഇനി കൂടുതൽ ഇതിലേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.